കഴിഞ്ഞ രണ്ട് മത്സരങ്ങളെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു കളി അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് നല്ല രീതിക്ക് തന്നെ അറ്റാക്ക് ചെയ്ത് കളിച്ചിട്ടുണ്ടായിരുന്നു. കുറെ ചാൻസസുകൾ ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് 2-1 ഈ ഒരു മത്സരം പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. എന്നാലും വലിയ കുഴപ്പമില്ലാത്ത മത്സരം തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ രണ്ട് മാച്ചിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു മാച്ച് വളരെയധികം ഇംപ്രൂവ് ആയിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും കൂടുതൽ ഇപ്പോഴും മിസ്റ്റേക്ക് നിൽക്കുന്നത് ഡിഫൻസ് ഭാഗത്ത് തന്നെയാണ്. എൻഡർ കാശി അടിച്ച് രണ്ടാമത്തെ ഗോൾ വരാനുള്ള കാരണം നമ്മളുടെ ഡിഫൻസിന്റെ മിസ്റ്റേക്ക് തന്നെയാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലത്തെ ആദ്യത്തെ ഗോൾ അടിക്കുന്നത് വിക്ടർ ബർട്ടോമി ആണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിരുന്നു ആ ഒരു ഗോൾ വന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഗോള് കൊച്ചി സ്റ്റേഡിയത്തെ ഒന്ന് ഇളക്കി മറിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഇനിയും ഇംപ്രൂവ് ആവേണ്ടതുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ സൈനിങ് ആയ ജയ് കുറ്റ്യങ്കോ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്രകടനം തന്നെയായിരുന്നു ഈ ഒരു മത്സരത്തിൽ കാഴ്ചവെച്ചത്. താരത്തിന്റെ കളി കണ്ടപ്പോൾ മനസ്സിലായി താരം ഭയങ്കരധികം ഫിസിക് ഉപയോഗിച്ച് കളിക്കുന്ന ഒരു പ്ലെയർ ആണ്. എന്തൊക്കെയായാലും താരം ഫസ്റ്റ് 11 ഇറങ്ങണോ ഇറങ്ങണ്ടേന്നൊക്കെ നിങ്ങൾ താഴത്ത് ജസ്റ്റ് കമന്റ് ചെയ്യുക. എന്തൊക്കെയായാലും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം മാർച്ച് 7 രാത്രി 7:30 ആ ഒരു മത്സരം തുടങ്ങുക. എന്തൊക്കെയായാലും കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ന്യൂസും അതേപോലെ തന്നെ അപ്ഡേറ്റ്സും വരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഗൈസ്.